മൂന്നാമതും സംസ്ഥാന ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കാലത്ത് മൂന്നാമത്തെ വർധനമാണ്. സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന വർധനവേ വരുത്തിയിട്ടുള്ളൂ എന്നാണ് മന്ത്രി സി കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. ഇത് താങ്ങാമോ ഇല്ലയോ എന്നത് ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരാണ് പറയേണ്ടത്. അവരാണല്ലോ പണം കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു കാര്യം സൂചിപ്പിക്കാതെ നമുക്ക് തരമില്ല. അതായത് ഇവിടെ വർധനവുണ്ടായാലും സാധാരണക്കാരന്റെ മുതുകൊടിഞ്ഞാലും KSEB നന്നാകുമോ ഈ വർധനവിലൂടെ? അതിനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. KSEBയുടെ കെടുകാര്യസ്ഥതയും തെറ്റായ തീരുമാനങ്ങളും KSEBയെ വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വർധനവിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. കറണ്ട് ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചു. ഈ മാസം പെർ യൂണിറ്റിന് 16 പൈസ. 2 ആഴ്ച കഴിയുമ്പോൾ പെർ യൂണിറ്റിന് വീണ്ടും 12 പൈസ കൂടി. ഫിക്സഡ് ചാർജ് എല്ലാവർക്കും ഒരുപോലെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ വർധനവ് സാധാരണക്കാരന് താങ്ങാവുന്ന വർധനമാണ് എന്നാണ് നമ്മളുടെ മന്ത്രിയുടെ വിശദീകരണം. സാധാരണക്കാരന്റെ ചെലവ് അധികമാക്കുന്ന, അവന്റെ ഭാരം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് ഈ വർധനവിനെ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുകൊണ്ട് KSEB രക്ഷപ്പെടുമോ? ഇതുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം UDF ഗവൺമെന്റിന്റെ കാലത്ത് ഈ KSEBയുടെ കടം 1083 കോടി രൂപയായിരുന്നു. ഇപ്പോഴത്തെ കടം 44,500 കോടിയാണ്. അപ്പൊ അതായത് LDF ഗവൺമെന്റ് വന്നതിന് ശേഷം 1083 നിന്നും 4500 കോടിയായി കടം വർദ്ധിച്ചിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടത്തെ സംബന്ധിച്ച് നഷ്ടക്കണക്കുകൾ CAGയുടെ കണക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടാക്കിയ നഷ്ടത്തിൽ ഒന്നാമത് KSRTC ആണെങ്കിൽ രണ്ടാമതായി തൊട്ടു പുറകിൽ 1822 കോടി രൂപ നഷ്ടം വരുത്തിക്കൊണ്ട് KSEB നിൽക്കുകയാണ്. ഈ വർധനവിലൂടെ ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവശേഷിക്കുന്നു. ഇത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും UDF ഗവൺമെന്റിന്റെ കാലത്ത് വേനൽക്കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുന്നതിനുള്ള ഒരു പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു, കുറഞ്ഞ ചെലവിൽ വൈദ്യുതി മേടിക്കാൻ. ആ കരാറ് റദ്ദ് ചെയ്തു, ഏകപക്ഷീയമായി റദ്ദ് ചെയ്തു, രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെ. ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ്. വേനൽക്കാലത്ത് പവർ ഗ്രിഡിൽ നിന്നും ഇലക്ട്രിസിറ്റി മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് വലിയ വില കൊടുത്തു മാത്രമേ വേനൽക്കാലത്ത് വൈദ്യുതി മേടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം നമ്മളുടെ KSEBക്ക് ഉണ്ടായത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശ്രീ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് ആദ്യമായി സ്വകാര്യ മേഖലയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകിയത്. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകി ആദ്യമായി വൈദ്യുതി നിലയം സ്ഥാപിച്ചത് പത്തനംതിട്ട ജില്ലയിൽ മണിയാറിലാണ്. കക്കട്ടാറിന്റെ ഒരു ടെയിലൻ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ കാർബറാണ്ടം യൂണിവേഴ്സൽ മുരുകപ്പ ഗ്രൂപ്പാണ് ആ സ്വകാര്യ വൈദ്യുതി നിലയം സ്ഥാപിച്ചത്. ആ വൈദ്യുതി നിലയം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ കാർബറാണ്ടം യൂണിവേഴ്സൽ 2025 ആ നിലയം KSEBക്ക് കൈമാറണം. അതായത് സംസ്ഥാന ഗവൺമെന്റിന് കൈമാറണം. പൂർണ്ണമായ ഉടമസ്ഥാവകാശം അടുത്ത വർഷം KSEBക്ക് കൈമാറേണ്ട ഈ മണിയാർ ജലവൈദ്യുത പദ്ധതി 90-ൽ 22 കോടി രൂപ ചെലവിൽ വൈദ്യുതി നിലയം സ്ഥാപിക്കുമ്പോൾ 30 വർഷം കഴിയുമ്പോൾ ഉടമസ്ഥാവകാശം KSEBക്ക് കൈമാറണം എന്നാണ് കരാറിലെ വ്യവസ്ഥ. 30 വർഷം കഴിയുമ്പോൾ കൈമാറണം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 2025-ൽ ഉടമസ്ഥാവകാശം KSEBക്ക് കൈമാറണം. അന്ന് സ്ഥാപിത ശേഷി 36 മെഗാവാട്ടാണ്.
ആ 36 മെഗാവാട്ട് സ്ഥാപിതശേഷിയുള്ള കാർബറാണ്ടം യൂണിവേഴ്സലിന്റെ മണിയാർ പദ്ധതിയിൽ, ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും പ്രതിദിനം 12 മെഗാവാട്ട് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പ്രതിദിനം ഇതിന്റെ വരുമാനം 20 കോടി രൂപയാണ് പ്രതിദിനം. അതായത് 2025 ഓരോ ദിവസവും 12 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ച് 20 കോടി രൂപ KSEBിക്ക് വരുമാനം കിട്ടേണ്ട മണിയാർ പദ്ധതി. ആ പദ്ധതി 2025 വീണ്ടും മുരുകപ്പ ഗ്രൂപ്പിന് തന്നെ നൽകുന്നതിനാണ് അണിയറയിൽ ആലോചനകൾ തകൃതിയായി നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നഷ്ടം നികത്താനുള്ള സുവർണാവസരം, ആ അവസരം പ്രയോജനപ്പെടുത്തുകയല്ല, അതിനിടയിൽ മുരുകപ്പ ഗ്രൂപ്പ്, കാർബറാണ്ടം യൂണിവേഴ്സൽ മുരുകപ്പ ഗ്രൂപ്പ് എന്ന അന്താരാഷ്ട്ര കുത്തക, ആ കുത്തകയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങളൊന്നുമില്ല. ഇത് സ്ഥാപിക്കുമ്പോൾ 90-ൽ വ്യവസായ സംരംഭം ഉണ്ടായിരുന്നു. ആ വ്യവസായ സംരംഭത്തിന് ഈ വൈദ്യുതി ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അവർക്ക് വ്യവസായ സംരംഭങ്ങളൊന്നും തന്നെ കേരളത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാഫീൻ പ്രോജക്റ്റ്, ഗ്രാഫീൻ ഉൽപാദനം, അത് ഏറ്റവും വില കൂടിയ ഒരു വസ്തുവാണ്. ഗ്രാഫൈറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഗ്രാഫീൻ. ആ ഗ്രാഫീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ടാറ്റ സ്റ്റീൽ ആരംഭിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ തൃശ്ശൂരിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ടാറ്റ സ്റ്റീലുമായി ഈ ഇന്നവേഷൻ സെന്ററിനെ ബന്ധിപ്പിക്കാനും അതുവഴി സംസ്ഥാന ഗവൺമെന്റിന് ഗ്രാഫീൻ ഉൽപാദനത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അണിയറ നീക്കം ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടാറ്റ സ്റ്റീലിൽ ഒരു പങ്കാളിത്തവുമില്ലാത്ത മുരുകപ്പ ഗ്രൂപ്പ് ഈ ടാറ്റ സ്റ്റീലിന്റെ ഈ പുതിയ പ്രോജക്റ്റിൽ ഓഹരി എടുക്കുകയും അങ്ങനെ ടാറ്റ സ്റ്റീലും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഇടപാടിന്റെ ഇടനിലക്കാരനായി, പാലമായി മുരുകപ്പ ഗ്രൂപ്പ് മാറുകയും ചെയ്യുന്നതിനുള്ള ഒരു അണിയറ ആലോചനയാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അത്യന്തം ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ കാർബറാണ്ടം യൂണിവേഴ്സലിന്റെ കയ്യിൽ നിന്നും ഈ വൈദ്യുത നിലയം സംസ്ഥാന ഗവൺമെന്റിന് KSEBിയുടെ കൈകളിലേക്ക് വരുന്നത് എന്തുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നു എന്ന് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിക്കുവാനുള്ളൊരു ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തെറ്റായ തീരുമാനങ്ങളുടെ ഭാരം പേറുന്ന ആളുകളാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ. എല്ലാവരും, സാധാരണ ജനങ്ങൾ മുഴുവൻ KSEBിയുടെ ഈ തെറ്റായ തീരുമാനങ്ങളുടെ ഭാരം പേറുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് പ്രതിദിനം 12 കോടി രൂപ വരുമാനം കിട്ടുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതി KSEBിയുടെ ഉടമസ്ഥതയിൽ വരണ്ട എന്ന് തീരുമാനിക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയുവാനുള്ള ആർജവം ഇടതുമുന്നണി ഗവൺമെന്റ് കാണിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ അധിക ഭാരം കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും ജനം ഒന്നും ചെയ്യില്ല എന്ന ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് സാധാരണക്കാരന് താങ്ങാവുന്ന ഭാരമേ ഞാൻ നൽകിയുള്ളൂ എന്ന ഒരു ധിക്കാരത്തിന്റെ സ്വരത്തിൽ മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി പ്രസ്താവന ഇറക്കിയത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ. ഈ ഒരു ഗൗരവമായ വിഷയം നമ്മളുടെ സമൂഹം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. എല്ലാ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലും ഒരു കൊള്ളലാഭത്തിന്റെ ലാക്ക് ഇടതുമുന്നണി ഗവൺമെന്റിനുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ ഇടപാടിലും ഉള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.